നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാടിപ്പുകഴ്ത്തിയവർ ഇനി പാട്ടുകൾ മാറ്റിപ്പാടേണ്ടി വരും. ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ കാവൽ മാലാഖയെന്ന് വാഴ്ത്തിയവർക്ക് പറഞ്ഞതൊക്കെ ഇനി തിരുത്തേണ്ടി വരും. മുൻ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച പട്ടും വളയും തിരിച്ചെടുക്കേണ്ടി വരും. അത്രയ്ക്കുണ്ട് കോവിഡ് പ്രതിരോധത്തിൽ, വാക്സിനേഷനിൽ കേരളത്തിൻ്റെ കേമത്തം. കുതിച്ചുയർന്ന രോഗികളുടെ എണ്ണം, TPR, മറയ്ക്കപ്പെടുന്ന മരണനിരക്ക്, കോടതികളുടെ രൂക്ഷ വിമർശനങ്ങൾ, മുൻ ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി മൂലക്കിരുത്തി നിശബ്ദയാക്കിയെങ്കിൽ പുതിയ ആരോഗ്യമന്ത്രിയെ ആ പരിസരത്തേക്കേ അടുപ്പിക്കാറില്ല. ഇന്ന് കേൾക്കേണ്ടത് പാർലമെൻറ്റിൽ നിന്ന് കൂടി കേട്ടു. കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ ഡോസുകൾ കേരളം കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുറന്നടിച്ചു. 10 ലക്ഷം ഡോസ് ആണ് കേരളം ഇനിയും ഉപയോഗിക്കാറുള്ളത്. കേരളത്തിലെ രോഗവ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും മൻസുഖ് മാണ്ഡവ്യയുടെ വാക്കുകൾ. കേന്ദ്രമന്ത്രി പറഞ്ഞതിനൊപ്പം മറ്റു ചില ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി ഇന്ന് പുറത്തു വന്നു. കോവിഡ് വാക്സിനേഷനിൽ കേരളമേറെ പിന്നിൽ എന്നതാണ് ആ വസ്തുത. അതായത് 23ാം സ്ഥാനത്ത്. മുന്നണി പോരാളികളുടെ വാക്സിനേഷൻ നിരക്ക് പരിശോധിച്ചാൽ കേരളം ദേശീയ ശരാശരിക്കും പിന്നിൽ. ദേശീയ ശരാശരി 91%, കേരളത്തിൽ 74% മാത്രം. ഇനി 18നും 44നും ഇടയിൽ പ്രായമുള്ളവരുടെ കാര്യത്തിൽ അതിലും കേരളം പിന്നിലാണ്. ദേശീയ ശരാശരി 21%, കേരളത്തിൽ വെറും 16% മാത്രം. രണ്ടാം ഡോസിലും ഇതേ നിലയാണ്. ദേശീയ ശരാശരി 83%, കേരളത്തിൽ അത് 60 മാത്രം. കേന്ദ്രം വാക്സിൻ നൽകുന്നില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം കുറ്റം പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ന്യായീകരണ തൊഴിലാളികൾ, 6 മണിക്ക് വീരത്തം വിളമ്പുന്ന മുഖ്യമന്ത്രി, ഇവരൊക്കെ മൻസുഖ് മാണ്ഡവ്യയ്ക്ക് എന്ത് മറുപടി നൽകും? പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന വീണ ജോർജിൻ്റെ പ്രസ്താവന ശരിയോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരളം എന്തുകൊണ്ട് ഇത്രയും പിന്നിൽ? BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, IMAയുടെ നാഷണൽ കൺവീനർ ഡോക്ടർ PV ബെന്നി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ RMO ഡോക്ടർ മോഹൻ റോയ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് വാക്സിനേഷനിൽ കേരളം എത്ര പിന്നിൽ എന്ന് വ്യക്തമാക്കുന്ന വാർത്തയിലേക്ക് ആദ്യം. കൊറോണ വാക്സിനേഷൻ നൽകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 23ാം സ്ഥാനത്താണ്. ദേശീയ ശരാശരിയേക്കാളും വളരെ പിന്നിലാണ് ഇത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് സംസ്ഥാനങ്ങളുടെ വാക്സിനേഷൻ കണക്കുകളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ, വിവിധ സേനാ അംഗങ്ങൾ എന്നിവർക്കുള്ള ആദ്യ ഡോസ് വാക്സിനേഷന്റെ കാര്യത്തിലും ദേശീയ ശരാശരിയേക്കാൾ വളരെ പിറകിലാണ് കേരളം. 91% ദേശീയ ശരാശരി, കേരളത്തിൽ ഇത് 74% മാത്രം. രണ്ടാം ഡോസ് വാക്സിനേഷന്റെ കാര്യത്തിലും കേരളം ഏറെ പിന്നിലാണ്, 60%. ദേശീയ ശരാശരി 83ആണ്. 18നും 45നും ഇടയിലുള്ളവരുടെ വാക്സിനേഷനിൽ ദേശീയ ശരാശരി 21%ആണെങ്കിൽ കേരളത്തിൽ ഇത് 16% മാത്രമാണ്. കേന്ദ്രം നൽകിയ വാക്സിൻ ഡോസുകളിൽ കേരളത്തിന് ലഭ്യമായ വാക്സിൻ പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രണ്ടാം തരംഗത്തിന്റെ ഭാഗമായ രോഗവ്യാപനത്തോത് കേരളത്തിൽ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ദിവസേന 10,000-ന് മുകളിലാണ് രോഗികൾ. രാജ്യത്ത് ആകെ 4.05 ലക്ഷം പേർ മാത്രം ചികിത്സയിലുള്ളപ്പോൾ കേരളത്തിൽ മാത്രമുള്ളത് 1 ലക്ഷത്തിന് മുകളിലാണ്. 1 ലക്ഷം രോഗികൾ ചികിത്സയിലുള്ള ഒരേയൊരു സംസ്ഥാനവും കേരളം മാത്രം. ജനം, ഡൽഹി. ഇനി ചർച്ചയിലേക്ക് ഞാൻ ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ബലദേവ്, ഇന്ന് മാത്രം കേരളത്തിൽ 17,518 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 132 മരണമാണ് ഇന്ന് മാത്രം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇന്നത്തെ മാത്രം TPR 13.63% ആണ്. 11 ജില്ലകളിൽ TPR 10%-ന് മുകളിൽ ആണ്. മലപ്പുറത്ത് മാത്രം അത് 17%. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി TPR 12.1% ആണ്. ഇതേ ദിവസം ആണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ നാം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും ഉണ്ടായത്. 6 മണിക്ക് ആരംഭിച്ച വാർത്താ സമ്മേളനത്തിൽ മൻസുഖ് മാണ്ഡവ്യ
പറഞ്ഞ ആ വസ്തുതകൾക്കുള്ള മറുപടി വസ്തുതകൾ നിരത്തിക്കൊണ്ടുണ്ടാകുമെന്നാണ് ഏവരെയും പോലെ ഞാനും പ്രതീക്ഷിച്ചത്. ആ വാർത്താ സമ്മേളനം മുഴുവനും ഇരുന്ന് കണ്ടപ്പോൾ കേട്ടപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിവരക്കണക്ക് നിരത്തിയുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വീണ ജോർജ് നേരത്തെ പറഞ്ഞു ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന്. അത്രയുമേ പറഞ്ഞുള്ളൂ മുഖ്യമന്ത്രിയും, അല്ലെങ്കിൽ അത്ര പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ കേരളം എന്ത് വിശ്വസിക്കണം? ഇന്ന് മൻസുഖ് മാണ്ഡവ്യ ഈ കണക്കുകൾ നിരത്തി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അത് ശരിവെക്കുന്നു, കേരളം ഇത്രമാത്രം പിന്നിലാണ് വാക്സിനേഷനിൽ എന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് കേരളം ഇത്രയും പിന്നിലേക്ക് പോയി എന്നതാണ്. അഡ്വക്കേറ്റ് ബലദേവ് പറയും. കേരളത്തെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി ശ്രീ ഹർഷവർദ്ധൻ തന്നെ പല പ്രാവശ്യം കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വളരെ കൂടുതൽ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ വന്ന വാർത്ത ഞാനും കണ്ടതാണ്, അത് ശരിയാണ്. ദേശീയ തലത്തിൽ TPR ഇന്നലെ വരെയുള്ള കണക്ക് 2.41 ആണ്. നമുക്കത് വളരെ 12 കൂടുതലാണ്. റിക്കവറി 97.35 ആണ്. പക്ഷേ ഫെറ്റാലിറ്റി റേറ്റ് ദേശീയ തലത്തിൽ 1.34 ആണ്. കേരളത്തിൽ അത് 0.35 ആണ്. ഫെറ്റാലിറ്റി റേറ്റിൽ കേരളം ഇപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നു. രോഗം കൂടുതൽ പേർക്ക് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇടതുപക്ഷ CPM-ന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല. ഈ കോവിഡ് വ്യാപനത്തിന് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് മാത്രമാണ് ഉത്തരവാദി. നമുക്കറിയാം 2021 മെയ് മാസമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ, അത് ഇടതുപക്ഷത്തിന്റെ വകയൊന്നുമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചായിരുന്നു. അംഗീകൃത ഞാനും അതിൽ പങ്കെടുത്താണ്. അവിടെ പങ്കെടുത്ത കോൺഗ്രസിന്റെയോ BJP-യുടെയോ ഒരു മുന്നണിയുടെയും നേതാക്കന്മാര് ഇലക്ഷൻ നടത്തുന്നതിന് അവർക്ക് എല്ലാവർക്കും പ്രകടനം, പൊതുയോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് രേഖകൾ വെച്ചു. അപ്പൊ ഭരണകക്ഷിയോ പ്രതിപക്ഷ കക്ഷികളോ ഒന്നും തന്നെ അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവർക്കും സാധാരണ രീതിയിൽ ഇലക്ഷൻ പോകണമെന്നായിരുന്നു. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് കോവിഡ് റേറ്റ് കൂടിയപ്പോൾ പ്രകടനം, പൊതുയോഗങ്ങൾ വേണ്ട എന്ന് എല്ലാ പാർട്ടികളും ആൾ പാർട്ടി മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ച് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബക്രീദ് പ്രമാണിച്ച് 3 ദിവസം. അപ്പൊ ബക്രീദ് അവധിയല്ല, കടകൾ തുറക്കാൻ അനുവാദം. അപ്പൊ ബക്രീദ് പ്രമാണിച്ച് ഇങ്ങനെ 3 ദിവസം തുറന്നതുകൊണ്ടാണോ ഇത്രയും കൂടുതൽ കോവിഡ് കൂടിയത്? അത് ഇവിടെ ഡോക്ടർമാർ ഇപ്പോൾ അവർക്കറിയാം, ഈ 3 ദിവസം കൊണ്ട് രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇഫക്റ്റ് 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിലും കൂടാ അതിന്റെ ഇഫക്റ്റും. ഞാനതിനെ ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വ്യാപാരി വ്യവസായികൾ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാലം സമരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീനൊക്കെ നമ്മൾ ഈ ചാനൽ 2 ചാനൽ ഞാനും അതിനകത്ത് ബന്ധപ്പെടുക, ഇതിലും പങ്കെടുത്ത് മറ്റു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അവിടെയും വന്ന എല്ലാ കോൺഗ്രസിന്റെയും BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞത്, വ്യാപാരി വ്യവസായികൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് കടകൾ തുറന്നു കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും, ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ, അതുപോലെ തന്നെ IMA-യുടെ ഭാഗത്തു നിന്നും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാരി വ്യവസായിയുടെ കടകൾ തുറന്നു കൊടുക്കാം. അത് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിൽ പല രീതിയിലും ദോഷം ചെയ്യുന്നു പറയും. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് ഈ 3 ദിവസം ലോക്ക്ഡൌൺ പിൻവലിച്ച് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പരിപൂർണമായിട്ട് കടകൾ തുറന്നു കൊടുക്കും. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ നിരക്കിൽ അല്ലെങ്കിൽ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ കേരള ജനതയുടെ ഒരു തെറ്റായ അവബോധമായിരിക്കണം ഈ രോഗം പടരാനുള്ള കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെറ്റാലിറ്റി റേറ്റ് 1000 പേരെടുത്താൽ പോലും ഇവിടെ 3 പേര് മരിക്കുന്ന ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ആ മരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും, മരണം സംഭവിക്കുന്ന ഭൂരിപക്ഷം പേര് കൂടുതൽ രോഗങ്ങളുള്ളവരോ പ്രയാദിക്കും ചെന്നവരാണ്. അപ്പോൾ കൂടുതൽ പേരിൽ ഒരു വിചാരമുണ്ടായി, ഈ രോഗം വന്നാൽ സാധാരണ എന്റെ മകൾക്കും വന്നതാണ്, ഞങ്ങളെല്ലാവരും 14 ദിവസം ഐസൊലേഷനിലിരുന്നു. അപ്പൊ ഇത് രോഗം വന്നാൽ ഈ അസുഖം താനെ ഒരു പാരാസിറ്റമോൾ കഴിച്ച് 4 ദിവസം റെസ്റ്റ് എടുത്ത് നാരങ്ങ വെള്ളം കുടിച്ചിരിക്കുമ്പോൾ മാറും എന്നൊരു അവബോധം ശരിയാ. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ റേറ്റ് കൂടി വന്നാണ് ഇലക്ഷൻ കഴിഞ്ഞ്. ആ തമിഴ്നാട്ടിൽ പരിപൂർണമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു, വളരെ താഴെ വന്നു, റേറ്റ് വളരെ താഴെ വന്നു. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാകുന്ന കോവിഡ് റേറ്റുകൾ ശരിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അപ്പൊ അതിനകത്തൊരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അഡ്വക്കേറ്റ് ബലദേവ്, അത് ഞാൻ സമ്മതിക്കുന്നു, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു സാമൂഹികമായ ഉത്തരവാദിത്തത്തിൻ്റെ റോൾ ഇക്കാര്യത്തിൽ
ശരിയാണ്, അത് അനിവാര്യം തന്നെയാണ്. പക്ഷേ എല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ ഭരണകൂടത്തിന് മാറി നിൽക്കാനാക്കുമോ? ജനങ്ങളുടെ തെറ്റായ അവബോധം ആണ് മൂലകാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം അതിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിക്കുമോ? ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധയും അനാസ്ഥയും. ഇപ്പോൾ ഈ 3 ദിവസത്തെ ഇളവ് പ്രഖ്യാപനം തന്നെ അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. അതടക്കമുള്ള അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ, ഇളവ് പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ തന്നെ അതാണല്ലോ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം. എന്തുകൊണ്ട് കേരളം ഇത്രയ്ക്ക് പിന്നിൽ പോയി എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് മറുപടിയില്ലാത്തത്? ഒരു 10 ദിവസത്തിന് മുമ്പ് വരെ കേന്ദ്രം വേണ്ടി, ഇപ്പോഴത്തെ പുതിയ കണക്ക് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ കൃത്യ കണക്കറിയില്ല, 10 ഇവിടെ IMAയുടെ വിദഗ്ധന്മാരിപ്പുണ്ട്. കേരളത്തിൽ 0 വേസ്റ്റ് എന്നായിരുന്നു ഒരു 10 ദിവസം, ജൂലൈ 10 മുമ്പ് വരെ വന്ന കണക്ക്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ വാക്സിനേഷന് കൊടുക്കുന്ന മരുന്നുകൾ കണ്ടമാനം വേസ്റ്റ് വരുന്നു. കേരളത്തിൽ IMAയുടെ പ്രതിനിധികളോട് ഇരിപ്പുണ്ടല്ലോ, അവർക്കറിയാം. ജൂലൈ 10 വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 0 വേസ്റ്റ് എന്നായിരുന്നു കണക്ക്. അപ്പോൾ ഈ കണക്ക് ഇപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ നിജസ്ഥിതി എനിക്കറിയില്ല. അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും മരുന്നുകൾ കൂടി വന്നാൽ ഒരു കേന്ദ്രം തീരുമാനിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മരുന്ന് നൽകേണ്ടതും വാക്സിനേഷൻ വേണ്ടുന്ന 2 ഡോസും എടുക്കുന്നത് നമുക്കറിയാം. 3.5 കോടി ജനങ്ങൾ, 18 വയസ്സിന് മുകളിൽ എടുത്താൽ ഏകദേശം 2.5 കോടിയോളം ജനങ്ങൾ വരും. അവർക്ക് 2 ഡോസ് എടുക്കണമെങ്കിൽ 5 കോടി ഡോസ് മരുന്നെങ്കിലും കേരളത്തിന് നൽകണം. അപ്പോൾ ആ രീതിയിലുള്ള വാക്സിനേഷൻ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത്, ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുകയല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ കൂടുതലായിട്ട് രോഗം കണ്ടപ്പോൾ അതിന് പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്. അഡ്വക്കേറ്റ് ബലദേവ്, അതാണ് നിങ്ങൾ ആവർത്തിക്കുന്ന അതാണ്. പക്ഷേ ഇതുവരെ നൽകിയത് പോലും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി അടിയന്തരമായി നൽകേണ്ടതുണ്ട്. അതുണ്ടാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ കണക്കുകൾ എവിടെ നിന്ന് കേന്ദ്രത്തിന് കിട്ടി എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ചോദിക്കുന്നത്. എന്തെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കേരളം വാക്സിനേഷനിൽ ഇത്രയധികം പിന്നിലേക്ക് പോയിരിക്കുന്നുവെന്ന് കേന്ദ്രം പറയുന്നത്? കേന്ദ്രത്തിന് ഏതെങ്കിലും ഒരു കണക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കേന്ദ്രത്തിൽ കൊടുത്ത കണക്കുകൾ തന്നെയാണ്. അതല്ലാതെ മറ്റൊരു സോഴ്സിൽ നിന്ന് കേന്ദ്രത്തിന് അത് ശേഖരിക്കേണ്ട യാതൊരു കാര്യവും. ഓരോ ദിവസവും കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവിടെ നടക്കുന്നതായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ഒരു സെന്ററിൽ ചെല്ലുമ്പോൾ നമുക്കത് നേരിട്ട് കാണാം. അതായത് നമുക്കൊരു ഡോസ് മരുന്ന് തരുന്നതിന് മുമ്പും അതിന് ശേഷം മരുന്ന് തന്നു എന്നുള്ളതും തരാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതും അനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കോപ്പി കേരളത്തിനും കേന്ദ്രത്തിനും ഒരുപോലെയാണ് ലഭിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ വാക്സിനേഷനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ സംവിധാനത്തിനകത്തു കൂടി തന്നെയാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കണക്കുകൾ രണ്ടല്ല, കണക്കൊന്നു തന്നെയാണ്. എന്നാൽ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കുന്നതായ പ്രവർത്തനത്തെ സംബന്ധിച്ച് മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ ആ വസ്തുത കേരളത്തിൽ എങ്ങനെ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഗൗരവമായി നമ്മൾ കണക്കെടുക്കേണ്ടത്. 10 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിൽ വിതരണം ചെയ്യാതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതി എന്താ? വാക്സിനേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് സ്ലോട്ട് കിട്ടുന്നില്ല. സ്ലോട്ട് കിട്ടി ഒരു സ്ഥലത്ത് വാക്സിനേഷന് വേണ്ടി ചെന്നാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും. ഞാൻ സെക്കൻഡ് ഡോസ് എടുക്കാൻ വേണ്ടി എന്റെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോയതാണ്. അവിടെ എനിക്ക് തന്നിരുന്ന സമയം എനിക്ക് കിട്ടിയ സമയം 3.5-4 മണിക്കൂറിന് ശേഷം. എനിക്ക് മാത്രമല്ല, 100 കണക്കിന് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനം കേരളത്തില് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ സാഹചര്യം ഉണ്ടായത് കാരണം കേരളത്തില് എത്ര ജനങ്ങളുണ്ടെന്നും അവർക്ക് എത്ര വാക്സിനാണ് കൊടുക്കേണ്ടതെന്നും അതിന് എന്ത് ആരോഗ്യ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളതെന്നും കേരള ഗവൺമെന്റിന് അറിയാമല്ലോ. അപ്പോൾ അവർ ചെയ്യേണ്ടത് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ആശുപത്രികളും ഗവൺമെന്റ് ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും മതിയായ തോതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ IMA ഉണ്ടല്ലോ. IMAക്ക് ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധമുണ്ടല്ലോ. സ്വകാര്യ ഹോസ്പിറ്റലുകളെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാമെന്നും ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും രംഗത്ത് അണിനിരത്താൻ തയ്യാറാണ് എന്ന് IMA എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ചെയ്യുമ്പോഴും ആ തരത്തിലേക്കുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ല. നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും സർക്കാർ ആശുപത്രികളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുപോയാൽ മതി
എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് ഇവിടെ സ്വകാര്യ കുത്തകകൾ അല്ലെങ്കിൽ സ്വകാര്യ മേഖല എന്നൊക്കെ പറയുന്നതിനെ അകറ്റി നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കയ്യിലുള്ള വിഭവം സമയബന്ധിതമായിട്ട് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്. കയ്യിലുള്ള വിഭവം എന്ന് പറയുമ്പോൾ വാക്സിനും ആരോഗ്യ പ്രവർത്തകരും സമയവും സംവിധാനങ്ങളും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ആസൂത്രണത്തിലുണ്ടായ പിഴവാണ്. ഇത്തരം ക്രൈസിസ് മാനേജ്മെന്റുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കേരളത്തിന് സാധിച്ചില്ല. മറിച്ച് ഇവിടെ കേരളം കാണിച്ച ആത്മവിശ്വാസം എന്താ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിച്ചാലും വസ്തുതകൾ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തന്ത്രമാണ് ആദ്യകാലം മുതൽ കേരള ഗവൺമെന്റ് എടുത്തത്. നമുക്കറിയാമല്ലോ, മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി 60 വയസ്സിന് മുകളിലുള്ളവർ മരിക്കുകയാണെങ്കിൽ അത് കോവിഡ് അല്ല. കോവിഡ് വന്നതിന് ശേഷം മറ്റെന്തെങ്കിലും ഒരു രോഗവും കൂടി ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കോവിഡ് അല്ല. അങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് കോവിഡ് മരണനിരക്ക് കുറച്ച് കാണിക്കുകയും അതുകൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചില്ല. ഇന്നിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഞാനിത് സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം കേരളത്തിൽ എന്തു പറഞ്ഞാലും ഉത്തർപ്രദേശിനെയാണല്ലോ ഉദാഹരണമായിട്ട് പറയുക. ഇപ്പോൾ യുപിയില് ഉത്തർപ്രദേശിലെ കേരളത്തിന്റെ 7 ഇരട്ടി ജനസംഖ്യയുണ്ട് ഉത്തർപ്രദേശ്. കേരളത്തിന്റെ 7 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശില് ഇപ്പോൾ ആക്റ്റീവ് കോവിഡ് കേസ് എന്ന് പറയുന്നത് 1262. എന്നാൽ കേരളത്തിൽ അത് 1,25,535. അത്രയും ഉയർന്നു നിൽക്കുമ്പോൾ ഇത് ഒടുങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉയർന്നതല്ല. കഴിഞ്ഞ ജൂലൈ 10 ശേഷമോ 15 ശേഷമോ ഉയർന്നതല്ല. ആ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഒളിഞ്ഞു എന്നുള്ളതാണ്. അതായത് കേരളത്തിന് മുമ്പിൽ മൂടി വെച്ച എല്ലാ കണക്കുകളും ഒളിഞ്ഞു എന്നാണ്. ഇപ്പൊ കേരളത്തിലെ മരണനിരക്ക് വെച്ച് യുപിയിൽ മരിച്ചിരുന്നതെങ്കിൽ 1,05,000 പേര് മരിക്കേണ്ടതാണ്. യുപിയില് 24 കോടി ജനങ്ങളുണ്ടായി, അവിടെ മരിച്ചത് 22,719 പേരാണ്. പക്ഷെ ഇവിടെ വെറും 3.5 കോടി ജനം ഉള്ളിടത്ത് 15,350 പേര് മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കണക്കല്ല ഞാൻ പറയുന്നത്, ഇന്നലത്തെ കണക്ക്. അപ്പോൾ ഭീകരമാണ് കേരളത്തിലെ മരണനിരക്ക്. കേരളത്തിലെ മരണനിരക്ക് കുറവാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ ഇവിടെ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഈ കണക്കിന്റെ കൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് കണക്ക് കൊണ്ടുള്ള കളിയെല്ലാം അവസാനിച്ചിരിക്കുന്നു. മൂടിവെച്ച കണക്കുകളെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. കോവിഡ് മൂലം മരിച്ചവർക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ കോവിഡ് മൂലം മരിച്ചവരില്ലാത്ത അവരുടെ സംഖ്യ കുറച്ച് കാണിച്ചതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഈ മേഖലയിലുള്ള മുന്നേറ്റം നമ്മൾ കാണാതെ പോകരുത്. അമേരിക്കയിൽ 14 കോടിയിൽ പരം ജനങ്ങൾക്കാണ് വാക്സിൻ കൊടുത്തത്. എന്നാൽ ഇന്ത്യയില് അത് നേരെ തിരിച്ചിട്ടാൽ 14 തിരിച്ചിട്ടാൽ 41 കോടിയിൽ പരം ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകിക്കഴിഞ്ഞു. അത് സെക്കൻഡ് ഡോസും ഫസ്റ്റ് ഡോസും എല്ലാം ഉൾപ്പെടെ. അപ്പൊ ആ തരത്തിൽ വളരെ ശക്തമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ നമ്മള് നാണം കെട്ട രീതിയിൽ സുപ്രീം കോടതിയുടെ ശാസന പോലും ഏറ്റുവാങ്ങിക്കൊണ്ട് അപമാനിതമാകുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. എന്നിട്ടോ എപ്പോഴും ഒന്നാം സ്ഥാനം എന്ന് ആവർത്തിക്കുമ്പോൾ രോഗികളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനം, മരണനിരക്കിൽ 1-ാം സ്ഥാനം, സകല മേഖലയിൽ 1-ാം സ്ഥാനത്തേക്ക് വരികയാണ്. ഇത് വളരെ വലിയ അനാസ്ഥയാണ്. ഇതിന്റെ കാരണം എന്താണ്? സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ വഴങ്ങി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മതപ്രീണനത്തിന് വേണ്ടി ബക്രീദിന്റെ സമയത്ത് അഴിച്ചുവിട്ടില്ലേ കേരളത്തെ മുഴുവൻ, തുറന്നു വിട്ടില്ലേ കേരളം മുഴുവൻ? ഇത് ആർക്കറിഞ്ഞുകൂടാത്തത്? അപ്പോ 17-ാം തീയതി ശബരിമലയിലെ 1-ാം തീയതി അത് തൊട്ട് തലേ ദിവസം ആണെങ്കിൽ പോലും അതേ തൊടാതെ 18 മുതൽ ബക്രീദിന് 3 ദിവസം കേരളം തുറന്നിട്ട് കൊടുത്തപ്പോ വ്യാപാര വാണിജ്യ മേഖലകളിലും പൊതുസ്ഥലങ്ങളിലും ഉണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാ. ട്രാഫിക് ജാം വരെ ഉണ്ടായി. ഇത് ഏതവസരത്തിലാ? എന്നാൽ ഇവിടെ ശ്രീ ബൽദേവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ അംഗീകരിച്ചല്ലോ. ശരിയാണ്, ഇലക്ഷൻ നടന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ, മറ്റു സംസ്ഥാനങ്ങളിലോട്ടല്ലോ. തമിഴ്നാട് പിടിവിട്ടതുപോലെ, നിയന്ത്രണം വിട്ടതുപോലെ പോയ ഒരു സംസ്ഥാനം ഇപ്പൊ പിടിച്ചു കെട്ടിയില്ലേ, പറഞ്ഞില്ലേ? അപ്പോ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, ഇവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഇലക്ഷൻ കൊണ്ടല്ല, മറിച്ച് ഇലക്ഷന് ശേഷം, റിസൾട്ടിന് ശേഷം വർഗീയ പ്രീണനത്തിനു വേണ്ടി, അങ്ങനെ തന്നെ പറയേണ്ടി വരും, വർഗീയ പ്രീണനത്തിനു വേണ്ടി വഴിവിട്ട് ഉള്ള ഇളവുകൾ പ്രഖ്യാപിച്ച് സുപ്രീം കോടതിക്ക് പോലും അത് പറയേണ്ടി വന്ന രീതിയിൽ നിരുത്തരവാദപരമായ സംസ്ഥാന ഗവൺമെന്റിന്റെ പെരുമാറ്റമാണ്
അപകടകരമായ ഒരവസ്ഥയിൽ ശരി അത്തരം തീരുമാനങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടോ? ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ ഇത്തരം പിഴവുകൾ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. അഡ്വക്കേറ്റ് PM നിയാസിലേക്ക് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ജനം ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് PM നിയാസ്, ശരിയാണ്, ഈ വാക്സിനേഷനിലടക്കം നമുക്ക് ഈ പൂർവ്വ മാതൃകകൾ ഒന്നും ഇല്ല. അസാധാരണമായ ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തെ നേരിട്ട പരിചയമൊന്നുമില്ല. പക്ഷേ നാളുകൾ ഇത്രയുമായല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയെല്ലാം ഇവയുടെ വിതരണം നടപ്പാക്കുമ്പോൾ പലയിടത്തും സ്ലോട്ടുകൾ കിട്ടുന്നില്ല. ഈ സ്ലോട്ടുകൾ വേണ്ടപ്പെട്ടവരിലേക്ക് മാത്രമായി നൽകപ്പെടുന്നു, അത് അട്ടിമറിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പരാതികൾ വ്യാപകമാണ്. വാർഡ് മെമ്പർമാർ അവർക്കിഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് സാർവത്രികമായി. എവിടെയാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് പിഴവ് സംഭവിച്ചത്? ഇത്രയും ഗൗരവമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇവിടെ കേരളത്തിൻ്റെ പിഴവ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ശാസ്ത്രീയമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സത്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. ഞാനിവിടെ പറയുമ്പോൾ കേരളം മാത്രം, ബലദേവ് ഇവിടെ സംസാരിച്ചു, അതുപോലെ തന്നെ BJPയുടെ സുഹൃത്തു സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വലിയ കുഴപ്പം തന്നെയാണ്, അത് സംശയം ഇല്ലാത്ത കാര്യമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് കണക്കുകൾ കൊണ്ട്. എന്നാൽ കേന്ദ്രത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുപ്രീം കോടതിക്ക് വരെ നേരിട്ട് പറയേണ്ടി വന്നു. ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ച് സുപ്രീം കോടതി വളരെ ഗൗരവമായി ഇടപെടേണ്ടി വന്നു. ഇപ്പോൾ പുതിയ കണക്കുകൾ വരുന്നത് നമ്മുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഓക്സിജൻ ഷോർട്ടേജ് കൊണ്ട് ഒരു മരണവും ഉണ്ടായില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ കിട്ടിയിരിക്കുന്ന കണക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് ആരെയാണ് സംരക്ഷിക്കാൻ പറ്റുക, ആരെയാണ് ന്യായീകരിക്കാൻ പറ്റുക? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കോവിഡ് കണക്കുകൾ ശരിയല്ല എന്നും അത് കറക്റ്റ് ചെയ്യണമെന്നും സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കേന്ദ്രത്തിലും കുഴപ്പങ്ങളുണ്ട് കമ്പാരിറ്റീവ്ലി. പക്ഷേ ഇപ്പോൾ കേരളത്തിലാണ് കൂടുതലുള്ളത്. അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതലുണ്ട്? നമ്മൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 20,913 പേര്, കഴിഞ്ഞ ആഴ്ചത്തെ കണക്കാണ്, ഈ കോവിഡ് മരണത്തിൽ പൂഴ്ത്തിവെക്കപ്പെട്ടവരുണ്ട്. അതിൻ്റെ ഒരു ന്യായീകരണം നമുക്ക് കിട്ടാതെ ഇരിക്കുന്നു. ഇത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പല ആനുകൂല്യങ്ങളും ഈ 20,913 പേർക്ക് നഷ്ടപ്പെടുമെന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. നമുക്കെല്ലാവർക്കും കണക്കുകൾ പരിശോധിക്കാം. രാജ്യത്ത് നമുക്കെല്ലാവർക്കും ഒരേ കോവിഡ് രോഗികൾ ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് നമ്മുടെ കൊച്ചു കേരളം നിൽക്കുകയാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത്. നമ്മളെല്ലാം ബലദേവ് പറഞ്ഞതെല്ലാം നമ്പർ 1 ആണ്. നമുക്ക് വലിയ ആശംസകൾ കിട്ടി. പിന്നെ നമ്മുടെ കോവിഡ് കാര്യത്തിൽ നമ്മൾ പിടിച്ചു കെട്ടി. കഴിഞ്ഞ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് എന്തെല്ലാം രീതിയിലുള്ള അപദാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇറങ്ങുന്ന 41 മാധ്യമങ്ങളിൽ, പത്രങ്ങളിലടക്കം കേരള ഗവൺമെൻറ് പരസ്യം ചെയ്തു. എന്താ പരസ്യം? കോവിഡിനെ പിടിച്ചു കെട്ടിയ സംസ്ഥാനം അത് കേരളമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ 10% കേരളത്തിൽ ഇന്നും TPR റേറ്റ് നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര ശതമാനമാണ്? 4% മാത്രമാണ് ഇന്ത്യയുടെ ജനസംഖ്യയിൽ, 4% മാത്രമാണ് കേരളമുള്ളത്. അവിടെയാണ് നമ്മൾ ഈ ജൂലൈ 15 കണക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ അന്ന് ടോട്ടലായി ഇന്ത്യയിൽ മുഴുവൻ 41,751 കേസുള്ളപ്പം കേരളത്തിൽ മാത്രം 15,637 കേസുണ്ട്. ബലദേവ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിൽ 37.4% രോഗികൾ അന്ന് ജൂലൈ 15 കണക്ക് മാത്രമാണ്, ഒരാഴ്ച മുമ്പത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 4% മാത്രമുള്ള കേരളത്തിൽ 37.4% നമുക്ക് കോവിഡ് രോഗികളുള്ളത്. മറ്റൊരു കാര്യം, ഡെത്തിൻ്റെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 14,938 ഇപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, ഞാൻ കുറ്റം പറയുന്നതല്ല, കോൺഗ്രസ് കൂടി ഭരണ പങ്കാളിത്തം വഹിക്കുന്ന മഹാരാഷ്ട്രം അല്ലെങ്കിൽ തമിഴ്നാട്, അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ജൂലൈ 7 മുതൽ 13 വരെ അവിടെ ശരാശരി നമ്മളെ പരമാവധി 57 മരണം. എന്നാൽ കേരളത്തിൽ അക്കാലത്ത് ജൂലൈ 7 മുതൽ 13 വരെ 182 തമിഴ്നാടിൻ്റെ അത്രയോ ആണോ നമ്മുടെ സ്ഥിതി? തമിഴിനേക്കാളും ചെറിയ സംസ്ഥാനമാണ് നമ്മൾ. മഹാരാഷ്ട്രയെ അത്ര ജനസംഖ്യ നമ്മുടെ ഉണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം മഹാരാഷ്ട്രയെക്കാളും നമ്മൾ കൂടുതൽ വരുന്നു. അപ്പോൾ മരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. TPR റേറ്റ്, ഇപ്പോൾ TPR റേറ്റ് കഴിഞ്ഞ ആഴ്ചയിലെ TPR റേറ്റ് തമിഴ്നാട്ടിൽ 2%, മഹാരാഷ്ട്രയിൽ 4%,
കേരളത്തിൽ 10% മുകളിൽ. ഇന്നത്തെ കണക്ക് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ശരാശരി കഴിഞ്ഞ ആഴ്ചയിലെ കണക്ക് 2.3% ആവുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ദിവസം പോലും നമ്മൾ 10% താഴേക്ക് വന്നിട്ടില്ല. ഇന്റർനാഷണൽ WHO അമേരിക്കയിൽ നമ്മൾ ഇന്റർനാഷണൽ രംഗത്ത് പറയും. ഇപ്പോൾ ആഗോള എല്ലാ CPM പറയുന്നത് ആഗോളമാണെന്ന്. ആഗോള പ്രകാരം ജൂൺ 7 അമേരിക്കയിലെ കണക്ക് പ്രകാരം 31,904 ജൂലൈ 12 ആകുമ്പോഴേക്കും 11,000 കുറഞ്ഞു. ഇവിടെയോ? ഇവിടെ യൂറോപ്പിൽ 7,314 ഉള്ളത് 3,012 കുറഞ്ഞു. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും കുറയുമ്പോൾ കേരളത്തിൽ മാത്രം കൂടുകയാണ്. ഇവിടെ 3 ഇരട്ടിയാണ് ഈ മരണനിരക്കിലുള്ള വ്യത്യാസം. ഇത് ഞാൻ പറയുമ്പോൾ മെയ് മാസത്തിൽ ഒറ്റ കണക്ക് ഞാൻ പറയും, ബലദേവിന് മുമ്പാകെയാണ് പറയാനുള്ളത്. 4,395 ആണ് മരണം നമ്മൾ റെക്കോർഡ് ചെയ്തത്. എന്നാൽ തദ്ദേശ സ്വയംഭരണങ്ങളിൽ ഭൂരിപക്ഷവും LDF ഭരിക്കുകയാണ്. അവിടെയുള്ള മൊത്തം കണക്കുകൾ നിങ്ങൾ വിവരാവകാശ പ്രകാരം എടുത്തപ്പം 10,602 കോവിഡ് മരണങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. സംസ്ഥാനം പറയുന്നു 4,395 ഉണ്ടെന്ന്. ഏതാണ്ട് 2.4 ഇരട്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ. ഒരു ഇടുക്കി 3-4 സംസ്ഥാന ജില്ലകളിൽ മാത്രം പറയാം. ഇടുക്കിയിൽ മെയിൽ 40 മരണമുണ്ടെന്ന് സർക്കാർ പറയുന്നു, 238 ഉണ്ട് എന്ന് തദ്ദേശ സ്വയംഭരണങ്ങൾ പറയുന്നു. 6.9 ഇരട്ടിയാണ്. കോട്ടയം ജില്ലയിൽ 173 സർക്കാർ പറയുന്നു, യഥാർത്ഥ കണക്ക് 895. കാസർഗോഡ് 39 പറയുന്നു, 143. കൊല്ലത്ത് 187 പറയുന്നു, 821. അപ്പോൾ യഥാർത്ഥ കണക്ക് 35,851 പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? 14,938 എന്നാണ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കണക്കാണ്. ഈ ആഴ്ചയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ കോവിഡാനന്തര മരണത്തെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല? ഇപ്പം എൻ്റെ ബ്രദർ മരിച്ചത് കോവിഡ് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. കോവിഡ് ബാധിച്ചു, അത് പിന്നീട് ന്യൂമോണിയയിൽ നിന്ന് പിന്നെ ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞു. അത് പിന്നീട് അവസാനം അദ്ദേഹം മരിക്കുന്നത് ആ കോവിഡുമായി ബന്ധപ്പെട്ട് വെന്റിലേറ്ററിൽ നിന്ന് മരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് പിന്നെ ഹൃദയം സ്തംഭനമാണ്. പക്ഷേ മരണപ്പെടുന്നത് വരെ അദ്ദേഹം കോവിഡ് പോസിറ്റീവായിരുന്നു. മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ കോവിഡ് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞു. ആ മരണത്തെ ഈ കോവിഡ് കൊണ്ട് മാത്രമാണെന്ന് മരിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ഡോക്ടർമാർക്കും ബോധ്യമുണ്ട്. അത് വച്ചിരിക്കുന്നത് കോവിഡ് നെഗറ്റീവ്, അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കോവിഡ് നെഗറ്റീവാണ്, അതുകൊണ്ട് ആ മരണം കോവിഡ് മരണത്തിൽ പെടില്ല. ഇത് നേരിട്ട് എൻ്റെ തൊട്ട ബ്രദറുടെ കാര്യമാണ്. ഇതുപോലെ ആയിരക്കണക്കിനല്ല, നമ്മൾ ഏതാണ്ട് 20,000 ആളുകളുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അത് ഈ ഒരു കണക്ക് ഞങ്ങൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വലിയ ആളാക്കാൻ വേണ്ടിയുള്ള മുന്നോട്ട് പോകുന്നത്? ഇതാണ് PM നിയാസ് നമ്മൾ ഉയർത്തുന്ന ചോദ്യവും. ഇപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസിന്റെ സഹോദരന്റെ മരണം നിയാസ് പറഞ്ഞതുപോലെ അത് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ കംപ്ലീറ്റ് ചെയ്തോളൂ. ഒറ്റ പോയിന്റ്. നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതികളും അവര് ഒരു കാര്യം ചോദ്യം ചെയ്തു. എന്താ ചോദ്യം ചെയ്തത്? ഈ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു എന്നാണ് ബലദേവ് പറയുന്നത്. ആ ബലദേവിന്റെ പാർട്ടി ഈ കേരളം ഭരിക്കുമ്പോൾ നിലമേൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാണ്, റിമാൻഡിലാണ്. എന്താ കാരണം? യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്ത ചാലപ്പുറം ഞാൻ കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് വരെ ഞാൻ അവിടുത്തെ കൗൺസിലറായിരുന്നു. അവിടെ കഴിഞ്ഞ മാസം വലിയ രീതിയിൽ കുഴപ്പമുണ്ടായി. എന്താ കുഴപ്പം? അവിടെ നിലവിലുള്ള കൗൺസിലർ പോലും അറിയാതെ പാർട്ടി CPM കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം അവിടെ യാതൊരു പരിഗണനയും ഇല്ലാതെ, പ്രായത്തിൻ്റെ പരിഗണന ഇല്ലാതെ, അല്ലെങ്കിൽ കോവിഡ് വരാനുള്ള സാധ്യത പരിഗണന ഇല്ലാതെ, ഒന്നുമില്ലാതെ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കുന്നു. ഇതേ സംഭവമാണ് നിലവിലും ഉണ്ടായത്. അത് ചോദ്യം ചെയ്തപ്പോൾ നേരെ അവരെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ പാർട്ടി ഭരിക്കുന്ന രീതിയിൽ, പാർട്ടി നിയന്ത്രിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കണക്കുകളും അങ്ങനെയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ആശാസ്യമായ കാര്യമാണോ? ഈ കോവിഡ് കാലത്ത് പാർട്ടിക്കാർക്ക് വേറെ, പാർട്ടി അല്ലാത്തവർക്ക് ഇല്ല, ഇതാണോ കോവിഡ് കാലത്ത് ചെയ്യേണ്ടത്? കോവിഡ് കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോവിഡ് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് ചികിത്സ കൊടുക്കണം, അവർക്ക് വാക്സിൻ കൊടുക്കണം. ആ വാക്സിനിലും ചികിത്സയിലുമൊക്കെ പാർട്ടിക്കാർക്ക് തോന്നിയ മുതൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും പുറത്തു നിർത്തുക, കൗൺസിലർമാരെ പോലും പുറത്തു നിർത്തുക. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് ആശാസ്യമാണോ? അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ്. നിങ്ങൾ ആലോചിക്കണം, 4% മാത്രം ഉള്ള ഇന്ത്യ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 35% നമ്മൾ കോവിഡ് രോഗികളുടെ വർധനവ്.
അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നിട്ട് മേനി പറയുന്നു ഞങ്ങളാണ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഒരു തൊലിപ്പുറത്ത് ചികിത്സ ചെയ്യും പോലെ ഈ ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളിലും പരസ്യം ചെയ്യുന്ന ആ കാശ് എടുത്തിരുന്ന് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. പിന്നെ 10 ലക്ഷം, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് ബലദേവ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗയോഗ്യമാക്കുന്നത് കേരളമാണ്. ഇത് കഴിഞ്ഞ് കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നു 10 ലക്ഷം ലാപ്സാക്കിയത്. ഏതാണ് സത്യം? ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി ശ്ലാഘിക്കുന്നു, മറുഭാഗത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ കേന്ദ്രം തന്നെ തീരുമാനിക്കട്ടെ എന്താണ് ശരി, ഏതാണ് ശരി, ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. കേന്ദ്രവും വീഴ്ച വരുത്തുന്നുണ്ട്, മതിയായ രീതിയിലുള്ള വാക്സിൻ കൊടുക്കുന്നില്ല എന്നാണ് കേരളത്തിൻ്റെ പരാതി. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു. അതൊക്കെ ഒരു ഭാഗത്ത്. ഞാൻ ഇതിന് പറയുന്നത്, ഇവിടെ സമഗ്രമായി സ്വന്തം തെറ്റുകൾ ബോധ്യപ്പെട്ട് അതിന് ക്രിയാത്മകമായി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാ കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളെയും വിശ്വാസത്തിലെടുക്കണം. പാർട്ടിക്കാർക്ക് മാത്രം, CPM-മാർക്ക് മാത്രം കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കി കണ്ണ് തുറന്ന് ചികിത്സ നടത്തി അത് കുറ്റമറ്റതാക്കി മുന്നോട്ട് പോകണം. ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത്. ശരി, ഡോക്ടർ ബെന്നി കൂടി ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം IMAയുടെ നാഷണൽ കൺവീനർ കൂടിയാണ്. ആധികാരികമായി ഈ വിഷയത്തിൽ എന്താണ് കേരളത്തിന് സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞേക്കും. ഡോക്ടർ ബെന്നി, മൻസുഖ് മാണ്ഡവ്യ ഇന്ന് പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ ഡോസുകൾ കേരളം കൃത്യമായി ഉപയോഗിക്കുന്നില്ല, 10 ലക്ഷം ഡോസുകൾ ഇനിയും ഉപയോഗിക്കേണ്ടതുണ്ട് കേന്ദ്രം നൽകിയത് എന്നൊക്കെയാണ്. കേരളം അതിന് ഈ സ്ഥിതിവിവര കണക്കുകൾ വെച്ചുള്ള, വസ്തുതകൾ വെച്ചുള്ള ഒരു മറുപടി ഇതുവരേക്കും നൽകിയിട്ടില്ല. പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ആരോഗ്യമന്ത്രിയും ഇന്ന് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് മുന്നിലുള്ള കുറേ വസ്തുതകൾ ഉണ്ട്. മരണനിരക്ക് മറച്ചു വയ്ക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ പോലും എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. TPR ഉയർന്നു. ഇന്ന് മാത്രം 13.73 TPR വന്നിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി വെച്ച് നോക്കുമ്പോൾ അത് 12 ആണ്. എന്താണ് അപ്പോൾ, എവിടെയാണ് നാം ഇനി തിരുത്തേണ്ടത്? ഇതുവരേക്കും നമ്മൾ തുടർന്നു പോകുന്ന ഈ നിയന്ത്രണങ്ങളിലെ ശാസ്ത്രീയത അത് പുനഃപരിശോധിക്കേണ്ടതുണ്ടോ? വാക്സിനേഷനിലടക്കം നേരത്തെ PM നിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പലയിടത്തും വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ അവർക്ക് താല്പര്യമുള്ളവർക്ക് സ്ലോട്ടുകൾ നൽകുന്നു. അങ്ങനെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതിനെ അട്ടിമറിക്കുന്നുണ്ടോ? എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്? IMAയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഗഹനമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സാങ്കേതികപരമായിട്ട് ഒരു കൃത്യത ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് സംസ്ഥാനം അതിനെ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ ഒരു 10 ലക്ഷം ഡോസ് മിസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി സംസ്ഥാനം നൽകേണ്ടതാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഇപ്പം വാക്സിനേഷന്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും പെർസെന്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഡോസ് കംപ്ലീറ്റ് ചെയ്തവരുടെ എണ്ണം ഏകദേശം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടി മെച്ചമാണ്. അതിനുപരി നമുക്ക് കാണേണ്ടത് ഇപ്പോഴും ഒരു ഇൻഫെക്ടിവിറ്റി, നമുക്ക് ഡെയിലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം 10,000-ന് മുകളിൽ തന്നെയാണ് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ കണക്ക് തന്നെ TPR-ന്റെ കാര്യത്തിലായാലും കേരളം ഇപ്പം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-2 സ്ഥാനങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തൊട്ട് അടുത്തുള്ള തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ഒരു വേവ് വന്നപ്പോൾ നല്ല രീതിയിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി മറ്റ് അതേ കണക്ക് തന്നെ ഒരുവിധം നല്ലതുപോലെ പടർന്നു പിടിക്കുകയുണ്ട്. ആ ഒരു സാഹചര്യം കേരളത്തിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അന്ന് വളരെ കൃത്യമായിട്ടുള്ള കുറെ കൺട്രോൾ മെഷേഴ്സ് എടുത്തത് കൊണ്ട് തന്നെ അന്ന് നല്ലൊരു ശതമാനം ആൾക്കാരും കോവിഡ് ഇൻഫെക്ഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തരംഗങ്ങളിലെല്ലാം നല്ലൊരു ശതമാനം ആൾക്കാരും ഇപ്പോഴും സസെപ്റ്റബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ കൂടുതൽ.
കഴിഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ കിട്ടാത്ത ഒരു നല്ലൊരു ശതമാനം ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പല ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ ICU അങ്ങനെ നിറഞ്ഞു കവിയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അതാണ് നമ്മൾ ആദ്യമേ തന്നെ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫ്ലാറ്റനിങ് ദ കർവ് എന്ന് പറയും. ഫ്ലാറ്റനിങ് ദ കർവ് എന്ന് പറയുന്നത് ഒരു സമയത്ത് പോലും ഈ നമ്മളുടെ ICUകള് നിറഞ്ഞു കവിയാൻ പാടില്ല. എന്നാൽ നമുക്ക് കേസിനെ കംപ്ലീറ്റ് ആയിട്ട് തടയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% തടയാനും പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ വാക്സിൻ എല്ലാവരിലും എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ റേറ്റ് ഒരു കൺട്രോൾഡ് ലെവലില് ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴും കേരളത്തിലുള്ള ആൾക്കാർ ഈ ഇൻഫെക്ഷൻ കിട്ടാൻ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. അത് ഇപ്പൊ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വേവ് വന്ന സമയത്ത് ലക്ഷക്കണക്കിന് പേരാണ് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് പേര് ഇൻഫെക്റ്റഡ് ആയി, അല്ലെങ്കിൽ കോടികൾ ഇൻഫെക്റ്റഡ് ആയി. അതുകൊണ്ടാണ് ഇപ്പോഴ് അവിടെയുള്ള ഇൻഫെക്ഷൻ റേറ്റ് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ താരതമ്യേന ഇപ്പൊ നമുക്കറിയാം 1-2 സ്ഥാനങ്ങൾ ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും കേരളവും. അപ്പം ഈ പല സംസ്ഥാനങ്ങളിലും തമിഴ്നാടുവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇൻഫെക്ഷൻ റേറ്റ് വളരെ കൂടുതലായിരുന്നു. അവർ കേസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം അതിന് ഉപരിയായിട്ട് തന്നെ കേസുകൾ വളരെ കൂടുതലായിരുന്നു. സസെപ്റ്റബിൾ പോപ്പുലേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വേണം. ഡോക്ടർ ബെന്നി, അതോടനുബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ നിയന്ത്രണങ്ങൾ IMA അന്ന് പറഞ്ഞിരുന്നു, ഈ കുറച്ച് സമയം മാത്രം കടകൾ തുറക്കുമ്പോൾ കൂടുതൽ തിരക്ക് അവിടെ പ്രകടമാകുന്നുണ്ട്, അത് ഒഴിവാക്കണം. പിന്നെ ഈ ബാറുകൾ, ബെവ്ക ഔട്ട്ലെറ്റുകൾ അതൊന്നും തൽക്കാലം തുറക്കരുത് എന്നടക്കമുള്ള കുറേ നിർദ്ദേശങ്ങൾ IMA മുന്നോട്ട് വെച്ചിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. ഒപ്പം തന്നെ ഈ ബക്രീദ് പ്രമാണിച്ചാണെങ്കിലും ഏതാഘോഷത്തോടനുബന്ധിച്ചാണെങ്കിലും ഈ 3 ദിവസം പൂർണ്ണമായും വിപണി തുറന്നിടുക എന്നൊരു സാഹചര്യം സംസ്ഥാനത്ത് സംഭവിച്ചു. അങ്ങനെ കുറേ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും ഇളവ് പ്രഖ്യാപനങ്ങളുമൊക്കെ അത് ഈ രോഗവ്യാപനം വർദ്ധിക്കാൻ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ കാരണമായിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ TPR വല്ലാതെ ഉയരുന്നു, രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെയാണോ? ഈ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും ഇളവുകളും ഒക്കെയാണോ? തീർച്ചയായിട്ടും അതില് ഏറ്റവും കൂടുതൽ മേജർ റോൾ ഉള്ളത് ഈ പറയുന്ന കണക്കിന് അശാസ്ത്രീയമായിട്ടായിരുന്നു നമ്മൾ ഈ അൺലോക്കിംഗ് കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ 3 ദിവസം തുറക്കുക, 3 ദിവസം മാത്രം പ്രവർത്തിക്കുക, ഇതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 100 പേര് ബാങ്ക് സർവീസ് വേണമെന്നവര് 100 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 100 പേര് 3 ദിവസമായാലും 6 ദിവസമായാലും ഈ 100 പേര് തന്നെ ആയിരിക്കും ബാങ്കിൽ എത്താൻ പോകുന്നത്. സപ്പോസ് അവര് ഇപ്പം നോർമലി ചെയ്യേണ്ടത് തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി 12 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ 24 മണിക്കൂർ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് തിക്കും തിരക്കും ഒഴിവാക്കാൻ പറ്റൂ. ഇപ്പൊ ഒരു 100 പേര് ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് മിനിമം ഒരു 50 പേരായിട്ട് പകുതിയായിട്ട് കുറയും. ആ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു അൺലോക്കിംഗ് സിസ്റ്റം നമ്മൾ വളരെ ഇതിന് പ്രത്യേകിച്ചും ഈ തിക്കും തിരക്കും ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ 3 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും സാധനങ്ങൾ മേടിച്ചെടുക്കുക എന്നുള്ളത്, അതേ കണക്ക് തന്നെ ഈ ടൈം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇത്ര മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും സാധനം മേടിക്കുക എന്നുള്ളതുമായിരുന്നു ജനങ്ങളുടെ ഈ തിക്കും തിരക്കിന്റെ പ്രധാന കാരണം. അപ്പം ഒന്നിൽ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിരിക്കണം. അല്ലാതെ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയും ഞായറും മാത്രമേ വൈറസ് വരുമെന്നുള്ള ഒരു നിയമമില്ല. ലോക്ക്ഡൌൺ ആണെങ്കിൽ 100% ലോക്ക്ഡൌൺ ആയിരിക്കണം. അൺലോക്കിംഗ് ആണെങ്കിൽ ശാസ്ത്രീയമായിട്ട് അൺലോക്ക് ചെയ്യണം. ശാസ്ത്രീയമായിട്ടെന്ന് പറയുന്നത് ടൈം കൂട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ നോർമലി ഇപ്പം 100 ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഒരു 10 പേര് കൂടുന്നിടത്ത് ഒരു 5 പേരെ വരാവൂ എന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമാണ് കൂട്ടി കൊടുക്കേണ്ടത്. അല്ലാതെ ടൈം കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ക്രൗഡ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നും ജനങ്ങൾ 100% ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഇപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയാലും അതേ കണക്ക് തന്നെ മാസ്ക് ആയാലും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് ഓരോ ഇപ്പൊ ഒരു കട തുറന്ന് പ്രവർത്തിക്കുകയാണ്. ആ കടയിൽ
ഇത്ര പേരെ കയറാവും, ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയായിരിക്കണം പോലീസ്. അല്ലാതെ ഓരോ ജംഗ്ഷനിലും പോലീസ് നിന്നിട്ട് അവിടെ ഉള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടത്. നമുക്ക് പോലീസ് എന്ന് പറയുന്നത് കൂടുതലും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് 3 ദിവസം തുറന്ന് ഒരു ദിവസം ഒരു അരമണിക്കൂർ കൂടിപ്പോയി കഴിഞ്ഞാൽ അവരെ പോയി പിടിക്കാൻ വേണ്ടിയല്ല. ഈ കടകൾ തുറന്നിട്ടുണ്ടെങ്കിലും അവിടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആൾക്കാർ കയറുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുടർന്നു പോകേണ്ടത്. പ്രത്യേകിച്ചും ഈ കോവിഡ് വകഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര നാള് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം ഓരോ വേരിയന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആഴ്ചയും പുതിയ വേരിയന്റുകളാണ് വരുന്നത്. അത് വേരിയന്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്ക് മാത്രമേ, ഈ ശേഷി കൂടിയ വേരിയന്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രഹരങ്ങൾ ഏൽക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വേരിയന്റുകൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പെരുമാറ്റമാണ് നമുക്ക് കുറച്ചുകൂടി കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ 100% അൺലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ടൈം കൂട്ടിക്കൊടുത്ത് നമ്പർ ഓഫ് ഇപ്പൊ 12 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട സാഹചര്യം മാറ്റി 24 മണിക്കൂർ ആക്കുക. അതുകൊണ്ടൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 100% ലോക്ക്ഡൌൺ വേണ്ടുന്ന സമയത്ത് തീർച്ചയായും ശാസ്ത്രീയമായി ലോക്ക് ചെയ്യുക. ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇന്റർമീഡിയന്റ് ആയിട്ട് തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കും. ശരി, അക്കാര്യത്തിൽ അടക്കം IMA ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകളുടെ ഉപദേശവും നിർദ്ദേശവും കേട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിൻ്റെ ഒരു തിക്തഫലമാണ് നാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 11 ജില്ലകളിൽ TPR 10% മുകളിലാണ് എന്ന് പറയുമ്പോൾ ഭീകരമായ ഒരവസ്ഥയെ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ചർച്ചയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.